സെഷനിൽ നമ്മൾ സംസാരിക്കുന്നത് ക്യാഷ് റിസർവ് റവന്യൂവിനേക്കാൾ കൂടുതൽ ക്യാഷ് റിസർവ് ഉള്ള കുറച്ച് കമ്പനികളെ കുറിച്ചാണ്. പ്രത്യേകിച്ചും FY25 കമ്പനികളുടെ റവന്യൂവിനേക്കാൾ കൂടുതൽ റിസർവ്സ് ഉള്ള ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകളെയാണ് പരിചയപ്പെടുത്തുന്നത്. ഇവർ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ലോങ് ടേം നിക്ഷേപകരെ സംബന്ധിച്ച് അവരുടെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ഇതൊരു റെക്കമെൻഡേഷൻ അല്ല, പക്ഷെ നിങ്ങൾക്ക് പഠിച്ച് പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കാവുന്നതാണ്. അതിൽ ആദ്യത്തെ സ്റ്റോക്ക് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ആണ്. ഈ ഒരു സ്റ്റോക്കിൻ്റെ കഴിഞ്ഞ വർഷത്തെ റവന്യൂ നോക്കുകയാണെങ്കിൽ 30,981 കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി കഴിഞ്ഞ വർഷം ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതേസമയം അവർക്ക് 38,182 കോടി രൂപയുടെ ക്യാഷ് റിസർവ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു 10 വർഷത്തിനിടയിൽ അവരുടെ റിസർവ് ഇരട്ടിയിലധികമായിട്ട് വർദ്ധിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കാരണം 2015 ഫൈനാൻഷ്യൽ ഇയർ നോക്കുമ്പോൾ 17,768 കോടി രൂപയുടെ ക്യാഷ് ആയിരുന്നു കയ്യിലുണ്ടായിരുന്നത്. ക്യാഷ് റിസർവ്സ് ആണ് അവർക്കുണ്ടായിരുന്നത്. അതിൽ നിന്ന് നല്ലൊരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. അടുത്ത സ്റ്റോക്ക് മസഗോൺ ഡോക്കാണ്. മസഗോൺ ഡോക്കിനെ സംബന്ധിച്ചും ഇത്തരത്തിൽ അവർക്ക് ക്യാഷ് റിസർവ് റവന്യൂവിനേക്കാളും ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. 2025 സാമ്പത്തിക വർഷത്തിൽ 11,432 കോടി രൂപയുടെ വരുമാനമാണ് അവർ ജനറേറ്റ് ചെയ്തത്. പക്ഷേ 16,150 കോടി രൂപയുടെ ക്യാഷ് റിസർവ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചു. കഴിഞ്ഞ 10 ഇയർ ആയിട്ടും അവരുടെ റിസർവിൽ നല്ലൊരു ഇരട്ടിയിലധികം വർധനവ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു. കാരണം 2015 7,618 കോടി രൂപയുടെ ക്യാഷ് റിസർവാണ് കമ്പനിക്ക് ഉണ്ടായിരുന്നത്. അടുത്ത സ്റ്റോക്ക് BSE ആണ്. BSE സ്റ്റോക്ക് നമുക്കറിയാം നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലീഡ് ചെയ്ത് നിൽക്കുന്ന ഒരു കമ്പനിയാണ്. 2025 സാമ്പത്തിക വർഷത്തിൽ 3,212 കോടി രൂപയുടെ റവന്യൂ ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ അവർക്ക് 5,184 കോടി രൂപയുടെ ക്യാഷ് റിസർവ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. 10 വർഷം കൊണ്ട് നല്ലൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 2015 1,452 കോടി രൂപയുടെ റിസർവാണ് ഉണ്ടായിരുന്നത്. അടുത്ത അവസാനത്തെ സ്റ്റോക്ക് ഭാരത് ഡൈനാമിക്സ് ആണ്. ഭാരത് ഡൈനാമിക്സിനെ സംബന്ധിച്ച് 2025 സാമ്പത്തിക വർഷത്തിൽ 3,345 കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. 4,190 കോടി രൂപയുടെ ക്യാഷ് റിസർവ് റിപ്പോർട്ട് ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. 2020 സാമ്പത്തിക വർഷത്തിൽ 663 കോടി രൂപയുടെ പണമാണ് കമ്പനിക്ക് ഉണ്ടായിരുന്നത് എന്നത് 4,190 രൂപയുടെ ക്യാഷ് റിസർവിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് കമ്പനിക്കും സാധിച്ചിട്ടുണ്ട്.